കൗണ്ടർ ഉണ്ട് ഇവിടെ. നമസ്കാരം. എൻട്രാക്കൾട്ട് എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ശക്തൻ തമ്പുരാൻ പാലസിലാണ്, തൃശ്ശൂർ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാം, വഴിയെ പറഞ്ഞു തരാം, ചരിത്രവും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ അനുവാദമില്ല. ഈ കോമ്പൗണ്ടിലൊക്കെ എടുത്തോളാൻ പറഞ്ഞു, പുറത്തൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് 35 രൂപയാണ്. പിന്നെ 10 രൂപ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഫോട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം, ചരിത്രം പറഞ്ഞു തരാം. ഞാൻ വഴിയിൽ വണ്ടി എടുത്ത് വന്ന് മടങ്ങിപ്പോയതാണ് വീട്ടിൽ. പിന്നെ ഇന്ന് ടൂ വീലറിൽ വരാമെന്നാണ് വിളിച്ചത്. ഇന്നലെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇന്ന് ടൂ വീലറിൽ വരുമ്പോൾ എനിക്ക് വേറെയും കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കാച്ചിട്ടാണ് വന്നത്. അങ്ങനെ മടങ്ങിപ്പോയപ്പോൾ ഏതായാലും ഇറങ്ങിയതല്ല വെച്ചിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ബസ്സിന് വന്നു. അപ്പോഴാണ് ഇവിടെ എത്തിയപ്പോഴേക്ക് നല്ല പൊരിഞ്ഞ മഴ, ബ്ലോക്ക് എല്ലാം ഉണ്ട്. വണ്ടി എടുക്കാതിരുന്നത് നന്നായതേ ഉള്ളൂ എനിക്കിപ്പോൾ തോന്നി. അപ്പോൾ വേറെ സ്ഥലങ്ങൾ പോക്ക് നടക്കും തോന്നുന്നില്ല. അത് നമുക്ക് വേറൊരു അവസരത്തിലാവട്ടെ. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ചരിത്രവും കാര്യത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകാം. തൃശ്ശൂർ 3 പ്രധാനപ്പെട്ട സ്റ്റാൻഡുകളാണുള്ളത്. ഒരെണ്ണം KSRTC സ്റ്റാൻഡാണ്. പിന്നെ ഒന്നുള്ളത് ഈ വടക്കേ സ്റ്റാൻഡ്. ഇവിടുന്നാണ് ഷൊർണൂർ പോകുന്ന ബസ്സുകളൊക്കെ ഇവിടുന്നാണ് പുറപ്പെടുന്നത്. പിന്നെ ഉള്ള ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡാണ്. അവിടെ നിന്നാണ് കുന്നംകുളം ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ പുറപ്പെടുന്നത്. ഇതിന്റെ അടുത്താണ് നമ്മുടെ വടക്കേച്ചിറ കോവിലകം ഉള്ളത്. അപ്പൊ ഇവിടെ എത്തിച്ചേരാനുള്ള വഴിയാണ്, അതായത് ഇവിടെ ഈ കോവിലകത്തേക്ക് വരാനുള്ള അല്ലെങ്കിൽ ശക്തൻ തമ്പുരാൻ പാലസിലേക്കുള്ള വഴി അറിയാത്തവർക്ക് അതിന്റെ ലൊക്കേഷൻ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുന്ന് അത് ആദ്യം കറക്കി എന്നെ വേറെ വഴിക്ക് തിരിച്ചു വിട്ടു. ഈ വഴിക്കൂടെയാണ് നമ്മൾ ആദ്യം എത്തിയത്. ഇതിപ്പോൾ കിഴക്ക് ഭാഗമാണ്, കോവിലകത്തിൻ്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ കിഴക്കേ കവാടമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ കിഴക്കേ കവാടത്തിലൂടെയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കവാടത്തില്, അതായത് ഈ കവാടം എന്ന് പറയുന്നത് വളരെ പ്രശസ്തി ആർജിച്ച ഒരു കവാടമാണ്. ഇത് പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ അവർ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു കവാടം കൂടിയാണ്. 2 ഭാഗത്ത് 2 കാവൽ ഗോപുരത്തിന്റെ ചെറിയൊരു ഇതുണ്ട്. പിന്നെ ഇത് അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രവേശനം പടിഞ്ഞാറേ ഗോപുരം ആ വഴിക്കൂടെയാണ് പ്രവേശനം ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ മതില് കണ്ടോ? ഈ മതില് ചരിത്ര പ്രാധാന്യമുണ്ട്. ഇത് പഴയ കാലത്തുണ്ടായിരുന്ന മതിലല്ല. ശക്തൻ തമ്പുരാൻ വന്ന് അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ് ഇവിടെ ഈ ചുറ്റുമതിലൊക്കെ പണി കഴിപ്പിച്ചത്. ഇനി നമുക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിലുള്ള എൻട്രൻസ് ഇത് കൂടെയാണ്. വണ്ടിയൊക്കെ കൊണ്ടുവരുന്നവർക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ അറിയാതെ നേരത്തെ അങ്ങോട്ട് പോയി. അപ്പൊ ഇതിലൂടെയാണ് എൻട്രൻസ്. ടൈമൊക്കെ ഉണ്ട് കേട്ടോ. 9 മണി മുതൽ 1 മണി വരെ, ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം 4:30 വരെ. തിങ്കളാഴ്ച അവധിയാണ്. ഉള്ളിലേക്ക് പോയി നോക്കാം. ക്യാമറ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കൗണ്ടർ ഉണ്ട് ഇവിടെ. നമുക്ക് ആദ്യം ടിക്കറ്റ് കൗണ്ടറും. ഇതാണ് ടിപ്പുവിൻ്റെ ഫ്ലാഗ് മാസ്റ്റ് എന്ന് വിചാരിക്കും. കയറി വരുമ്പോൾ തന്നെ മരം ഇനി ദ്രവിച്ചിട്ടില്ല കേട്ടോ. ഈ കൗണ്ടറിൽ ആരെയും കാണാനില്ല. ഇതിന്റെ അകത്ത് ടിക്കറ്റ് എടുക്കണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയുള്ള ആളും പറഞ്ഞു. അപ്പോൾ ഇവിടെ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ടിപ്പു സുൽത്താന്റെ ആ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു കൊടിമരമുണ്ട്. അതും പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ തന്നെയുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്നാലും അത് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ആ മരത്തിന്റെ ആ ഉറപ്പാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര കാറ്റും മഴയും ഒക്കെ കൊണ്ടിട്ടും ആ മരം ഇപ്പോഴും വലിയ കേടുകൂടാതെ നിൽക്കുന്നുണ്ട്. ഹൈദരാലി ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന് പിന്നീട് കുറച്ചു കാലം, വളരെ ബ്രീഫ് പീരീഡാണ്, ടിപ്പു സുൽത്താൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ ബീരങ്കികളൊക്കെ
ആ പഴയ കാലത്ത് അത് പ്രൗഢി നിലനിർത്തിക്കൊണ്ട് തന്നെ നന്നായിട്ട് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതൊരു മ്യൂസിയം ആക്കിയത് 2005 ശേഷമാണ്. അതുവരെ ഇത് വലിയ ഒരു സംരക്ഷണമൊന്നും കിട്ടിയിരുന്നില്ല. അതായത് പുരാവസ്തുക്കളൊക്കെ നന്നായി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ടിക്കറ്റ് എടുത്തപ്പോൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാൻ 10 രൂപ എന്ന് പറഞ്ഞു അഡീഷണൽ ചാർജ്. അപ്പം ഞാൻ വിചാരിച്ചത് വീഡിയോ കൂടി എടുക്കാനുള്ളതായിരിക്കുമെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോ എടുത്ത് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ വളരെ ചുരുക്കിയിട്ട് പറഞ്ഞു തരാം. തെക്കൻ തമ്പുരാനെ കുറിച്ചും കൊട്ടാരത്തെക്കുറിച്ചും ഇവിടെ നിന്ന് കിട്ടിയ കുറച്ച് വിവരങ്ങളും പിന്നെ കുറച്ച് വിവരങ്ങളും പുറത്തു നിന്നും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതുവരെ വീഡിയോ എടുക്കാനുള്ള പെർമിഷനുള്ളൂ. തെക്കൻ തമ്പുരാനെ കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. കൊച്ചി രാജകുടുംബത്തിലെ അംബികത്തമ്പുരാട്ടിയുടെയും ചേന്നമംഗലം മനയിൽ അനുജൻ നമ്പൂതിരിപ്പാടിൻ്റെയും മകനായിട്ടാണ് 1751 ഓഗസ്റ്റ് 26 വെള്ളാരപ്പള്ളി കോവിലകത്ത് കുഞ്ഞിപ്പിള്ള എന്ന ഓമനപ്പേരുള്ള രാമവർമ്മ ശക്തൻ തമ്പുരാൻ ജനിച്ചത്. ശക്തൻ തമ്പുരാനും 3 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അതായത് അമ്മയുടെ സഹോദരി ആയിട്ടുള്ള അന്നത്തെ കാലത്ത് ചിറ്റമ്മ തമ്പുരാൻ എന്നാണ് അറിയപ്പെട്ടത്. അവരാണ് അദ്ദേഹത്തിനെ പിന്നീട് വളർത്തിയത്. ഇനി കൊട്ടാരത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറയാം. അതിനുശേഷം നമുക്ക് ശക്തൻ തമ്പുരാന്റെ ബാക്കിയുള്ള ചരിത്രത്തിലേക്ക് പോകാം. വടക്കേച്ചിറ കോവിലകം എന്ന് പേരുള്ള ഈ കൊട്ടാരം വടക്കേക്കര കോവിലകം എന്നാണ് ആരംഭകാലത്ത് അറിയപ്പെട്ടിരുന്നത്. 15-ാം നൂറ്റാണ്ടിൽ കൊച്ചി രാജാക്കന്മാർ നിർമ്മിച്ച ഈ കൊട്ടാരത്തിന്റെ നിയന്ത്രണം 1756 സാമൂതിരി തൃശ്ശൂർ കീഴടക്കിയതോടെ കൊച്ചിക്ക് നഷ്ടമായി. 1761 തിരുവിതാംകൂറിന്റെ സഹായത്തോടെ സാമൂതിരിയെ തൃശ്ശൂരിൽ നിന്നും തുരത്തിയതിനു ശേഷമാണ് കൊട്ടാരം വീണ്ടും കൊച്ചിയുടെ നിയന്ത്രണത്തിലാകുന്നത്. ഒരു പരമ്പരാഗത നാലുകെട്ടിന്റെ ഘടനയിൽ നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം 1795 രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് ഇന്ന് കാണുന്ന തരത്തിൽ പുതുക്കിപ്പണിതത്. നമ്മൾ ആദ്യം കണ്ട കൊട്ടാരത്തിന് ചുറ്റുമുള്ള കോട്ടമതിലുകളൊക്കെ അക്കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. പ്രസിദ്ധമായ വടക്കുനാഥ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം കേരള ഡച്ച് വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ്. നടുമുറ്റത്തിന്റെ ചുറ്റുമായി 4 ഭാഗങ്ങളിലായി തെക്കിനി, കിഴക്കിനി, പടിഞ്ഞാറ്റിനി, വടക്കിനി എന്നിവ പണിതിരിക്കുന്നു. ഉയരമുള്ള മേൽത്തട്ട്, കനം കൂടിയ ഭിത്തികൾ, അതിവിശാലമായ മുറികൾ, ഇറക്കുമതി ചെയ്ത തറയോട് പാകിയ നിലം, തടിയിൽ തീർത്ത കോവണി എന്നിവ പ്രാദേശികവും വൈദേശികവുമായ സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇരുനില കെട്ടിടം പാശ്ചാത്യ ശൈലിയിലും കിഴക്കുഭാഗത്തുള്ള ഒറ്റ നില കെട്ടിടം പരമ്പരാഗതമായ കേരളീയ വാസ്തുവിദ്യ ശൈലിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചി രാജവംശം എന്നറിയപ്പെട്ട പെരുമ്പടപ്പ് സ്വരൂപുകളുടെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയെ ആരാധിച്ചിരുന്ന തറ നടുമുറ്റത്ത് കാണാം. ആചാരക്രിയകൾക്കുള്ള തുറന്ന ഹാൾ, അടുക്കള, ഊട്ടുപുര എന്നിവ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് കൊച്ചി രാജാവ് രാജർഷി രാമവർമ്മയ്ക്ക് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 1852-1922 അദ്ദേഹത്തിന് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സമ്മാനമായ ദർബാർ കോച്ചാണ്. ഈ രഥം ഡൽഹിയിലെ കൊച്ചി ഹൗസിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മദ്രാസിലെ അല്ലി ബ്രദേഴ്സ് എന്ന കമ്പനിയാണിത് നിർമ്മിച്ചത്. 4 കുതിരകളാണ് ഇത് വലിച്ചിരുന്നത്. ഇരിപ്പിടങ്ങളിൽ പഞ്ഞിമെത്തകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഒരേ സമയത്ത് 4 പേർക്ക് സഞ്ചരിക്കാം. ഇതിലെ ചവിട്ടുപടികൾ പിന്നിലേക്ക് മടക്കാം. വെളിച്ചത്തിന് മെഴുകുതിരി വിളക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മരച്ചക്രങ്ങൾ തുകലും റബ്ബറും ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കൊട്ടാരത്തിൽ അപൂർവങ്ങളായ നാണയ ശേഖരങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൊട്ടാരത്തിനകത്ത് വിവിധങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ചിത്രങ്ങളും പെയിന്റിങ്ങുകളെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
ഇതിൽ കൊട്ടാരം ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് പുറമെ കൊട്ടാരവുമായി ബന്ധമുണ്ടായിരുന്ന മഹത്വ വ്യക്തികളുടെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൊട്ടാരത്തിൻ്റെ മുകൾ നിലയിൽ പല്ലക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പല്ലക്കുകളുണ്ട്. പണ്ട് രാജകീയമായിട്ട് എഴുന്നള്ളത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന പല്ലക്കുകളായിരിക്കണം ഇവ. കൊട്ടാരത്തിൽ അക്കാലത്ത് ഉപയോഗിച്ചിരുന്നതായ വിവിധ തരം ആയുധങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിൽ കത്തി, വാള്, കുന്തം, അതുപോലെ തന്നെ പരിച എന്നിവയെല്ലാം ഉണ്ട്. കൂടാതെ രാജാവിൻ്റെ അധികാര ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ വടികൾ, ഇങ്ങനെയുള്ള പല വസ്തുക്കളും അല്ലെങ്കിൽ അമൂല്യമായ ഒരു ശേഖരം തന്നെ ഈ കൊട്ടാരത്തിലുണ്ട്. അതുപോലെ തന്നെ പഴയ താളിയോല ഗ്രന്ഥങ്ങൾ അത് വളരെ മനോഹരമായിട്ട് ഈ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വിനോദത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ചതുരംഗപ്പലകയും നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വേറെ മറ്റനേകമായിട്ടുള്ള പുരാവസ്തു ശേഖരം തന്നെ ഈ കൊട്ടാരത്തിലുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഒരു അമൂല്യമായ ഒരു കലവറ തന്നെയാണ് പുരാവസ്തു വകുപ്പ് ഒരുക്കി വച്ചിരിക്കുന്നത്. വളരെ വിസ്തൃതിയുള്ള വിശാലമായ കാറ്റും വെളിച്ചവും സുഗമമായി ലഭിക്കാവുന്ന രീതിയിലാണ് ഓരോ മുറികളും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നാം നിലയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വളരെയധികം മനോഹരമാണ്. ഒന്നാം നിലയിൽ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഓരോ വരാന്തകൾ ചുറ്റുമായി ഉണ്ട്. അതുകൊണ്ട് നാലുപുറവും നടന്ന് എല്ലാ ഭാഗങ്ങളും സന്ദർശിക്കാൻ വളരെ എളുപ്പമാണ്. രാജാക്കന്മാർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നും എങ്ങനെയാണ് ജനങ്ങളെ സ്വീകരിച്ചിരുന്നത് എന്നും അവരെന്തെല്ലാം പരിഷ്കാരങ്ങളാണ് ഇവിടെ നടത്തിയിരുന്നത് എന്നും എല്ലാ തരത്തിലുള്ള വിവരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മലയാളിയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു കൊട്ടാരം സന്ദർശിച്ചിരിക്കണം. കൊട്ടാരത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങളുടെ ഉറപ്പും അതുപോലെ തന്നെ ഭംഗിയും പ്രത്യേക നമുക്ക് ആകർഷണം നൽകുന്നവയാണ്. നടുമുറ്റത്തിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന മുകൾ വശത്ത് കൊത്തിവെച്ചിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ശില്പങ്ങൾ അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു മരങ്ങളിൽ കൊത്തുവിദ്യ ഉപയോഗിച്ചിരുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന രീതിക്കും ഒരു ഭംഗിയുണ്ട്. അവയെല്ലാം പരിപൂർണമാക്കാൻ ശില്പികൾ ശ്രമിച്ചിരിക്കുന്നു. കൊട്ടാരത്തിൽ നിന്ന് പിന്നീട് നമ്മൾ ഇറങ്ങി വരുന്നത് വടക്കു ഭാഗത്തേക്കാണ്. അപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു വൺ വേ സിസ്റ്റമാണ്. അതായത് നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവര് അങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല. തിരിച്ച് നമ്മൾ ആദ്യം വന്ന വഴി കൂടെ തന്നെ അങ്ങ് കയറി പോകണം. ഇവിടെയെല്ലാം വളരെ വൃത്തിയായി ഒരുപാട് ഉദ്യാനങ്ങൾ അവര് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു വരുന്ന മെഗാലിത്തിക് പീരീഡിലുള്ള ചില അവശിഷ്ടങ്ങൾ ഉണ്ട്. നമ്മൾ അവിടെ പോകുന്നുണ്ട്. കുടക്കല്ലൊക്കെ ആ ഭാഗത്താണ്. ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ഇപ്പോൾ പുരാവസ്തു വകുപ്പ് അവർ ഓഫീസുകളായിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് പിന്നീട് നിർമ്മിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു മനോഹരമായ ഉദ്യാനമുണ്ട്. ഇവിടെ നിറച്ച് മുളം കാടുകളുണ്ട്. ഒരു നഗരത്തിൻ്റെ ഉള്ളിൽ മുളം കാടുകൾ, അത് വളരെ നല്ലൊരു സങ്കല്പമാണ്. പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു തന്നെ ആയിരിക്കാം, അത് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ശക്തൻ തമ്പുരാന്റെ ബാല്യകാലത്തെക്കുറിച്ച് വിവരിച്ചു, പക്ഷേ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. കല്ലേങ്കര പിഷാരടിയുടെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. അതുപോലെ വിദ്യാഭ്യാസവും ആയുധ അഭ്യാസവും നടന്നത് തൃപ്പൂണിത്തുറ കോവിലകത്തായിരുന്നു. അന്ന് കൊച്ചി രാജ്യത്തിന്റെ ആസ്ഥാനം അവിടെ ആയിരുന്നു. അധികാരം ഏറ്റെടുക്കുന്നതിന്റെ 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഭരണകാര്യങ്ങളിൽ ശക്തൻ തമ്പുരാൻ സജീവമായി ഇടപെട്ടിരുന്നു. കുടക്കല്ല് പറമ്പ് സന്ദർശിച്ചപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ കുടക്കല്ല് ഉപയോഗിച്ചിരുന്നതെന്ന്. ഇതെല്ലാം അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള പലതരത്തിലുള്ള കുടക്കല്ല് നിങ്ങൾക്ക് കുടക്കല്ല് പറമ്പ് പോയാൽ കാണാം. ഇതിലൊരു വീഡിയോ ഉണ്ട്, വേണ്ടവർക്ക് അത് കാണാം. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ശവം അടക്കിയതിന് ശേഷം വെക്കുന്ന കല്ലുകൾ, അതിൻ്റെ മുകളിൽ ഇങ്ങനൊരു കുടയുടെ ആകൃതിയിലാണ് ഈ കല്ലുകൾ വെക്കുന്നത്.
അത് പല ഷേപ്പുകളിലുണ്ട്. കല്ലുകളുടെ എണ്ണം 3, 5 അങ്ങനെയൊക്കെ വരും. പിന്നെ അതിൽ മുത്തപ്പനെ കൂടിയിരുത്തുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഞാൻ ആ മറ്റേ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഇതിൽ വിവരിക്കുന്നില്ല. ഇപ്പോൾ പുരാവസ്തു വകുപ്പ് ഇത് ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊട്ടാരത്തിൻ്റെ ആ പണിയുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരിക്കാം ഈ സ്ഥലത്ത് ഇങ്ങനെയുള്ള അത് കൊട്ടാരത്തിലുള്ള അന്നത്തെ കാലത്ത് പഴയ അവരുടെ ആരുടെയെങ്കിലും ആണോ മെഗാലിത്തിക് പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാലത്തുള്ളതല്ല, അതിനേക്കാളും മുന്നേ ഉള്ള കാലത്ത് അവശിഷ്ടങ്ങളാണ്. ഇവിടെയൊക്കെ കണ്ടോ ഇങ്ങനെ ഇതൊക്കെ കുഴിച്ചെടുത്തതാണെന്ന് തോന്നുന്നു. ചില ഭാഗങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വസ്തുക്കളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മ്യൂസിയത്തിൽ. ഇതിലേക്ക് പടികളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ഇതൊരു ഓവായിരിക്കുമെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉദ്ഖനനം ചെയ്തെടുത്തതാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിലേക്ക് നന്നായി സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട് ഇതേപോലെ വലിയ കുഴി പോലെ. അപ്പോൾ ഇത് ആ കാലഘട്ടത്തിൽ ഇത് സ്ലാബൊക്കെ ഇവിടെ പാടമൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത്. പക്ഷെ അത് സംരക്ഷിച്ചതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കൊടക്കല്ല് പറമ്പ് നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരങ്ങൾ കിട്ടും. അവിടെ ഇത്തരത്തിലുള്ള ഇതൊന്നുമില്ല. ആനക്കര പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള, അതായത് സെല്ലുകൾ പോലുള്ള, അതായത് പടി ഇറങ്ങി നമുക്ക് അടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചേമ്പറൊക്കെ ഉണ്ട് അവിടെ, അത് കാണാം. അത് അങ്ങനത്തെ ഒരു ചേമ്പർ ആയിരിക്കാം ഇത്. അപ്പോൾ ഇത് പിന്നീട് ഇവർ സംരക്ഷിച്ച് നിർത്തിയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ഇനി ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. ശക്തൻ തമ്പുരാനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പെരുമ്പടപ്പ് സ്വരൂപം എന്താണ് എന്നുള്ള കാര്യം ഒന്ന് പറയാം. ഈ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത് കൊച്ചി രാജവംശം എന്നറിയപ്പെട്ട പെരുമ്പടപ്പ് സ്വരൂപം മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജവംശങ്ങളിൽ ഒന്നായിരുന്നു. പലർക്കും എന്താണ് കൊച്ചി രാജ്യം, എന്താണ് പെരുമ്പടപ്പ് എന്ന് അറിയാത്ത സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. 9-ാം നൂറ്റാണ്ട് മുതൽ മഹോദയപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ചേര പെരുമാക്കന്മാരെ മുൻനിർത്തിയാണ് കേരളത്തിലെ മധ്യകാല രാഷ്ട്രീയം പ്രധാനമായും വികസിക്കുന്നത്. അതിനു മുമ്പുള്ള കേരളത്തിലെ ചരിത്രത്തെ കുറിച്ച് അപൂർണമായ വിവരങ്ങൾ ലഭ്യമുള്ളൂ. ഈ അടുത്ത് കോഴിക്കോട് ചില ക്ഷേത്രങ്ങളിൽ പുരാവസ്തു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകർ മധ്യകാല ചരിത്രത്തിന് മുമ്പുള്ള ചില രേഖകൾ കിട്ടിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. പല ഭാഗങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള പ്രദേശത്തിൻ്റെ മേൽക്കോയ്മ അധികാരം പെരുമാക്കന്മാർക്ക് ഉണ്ടായിരുന്നുവെന്നും അത് നാമമാത്രമായിരുന്നുവെന്നുള്ള അഭിപ്രായമുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു മനോഹരമായിട്ടുണ്ട്. ഈ ഒരു ശില്പമാണോ അതല്ല ഇത് എന്താണ്, സ്തൂപമാണോ, ഇത് അടുത്ത കാലത്ത് നിർമ്മിച്ചതാണോ അല്ല പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നതാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഇവിടെ ആരുമില്ല ചോദിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ. 12-ാം നൂറ്റാണ്ടിൽ പെരുമാൾ വാഴ്ച അവസാനിക്കുന്നതോടെയാണ് നാടുവാഴി സ്വരൂപങ്ങൾ സ്വതന്ത്ര ശക്തിയായി മാറുന്നത്. ഈ സ്വരൂപങ്ങളിൽ പലരും പെരുമാൾ വാഴ്ചക്കാലത്ത് വിവിധ പ്രദേശങ്ങളുടെ സാമന്തന്മാരായിരുന്നു. കിഴക്കുഭാഗത്തുള്ള ഗോപുരത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനെ കണ്ടോ, 2 കാവൽ ഗോപുരം, ഇവിടെ കാവൽക്കാർ ഉണ്ടായിരിക്കാൻ തോന്നുന്നു. അവിടേക്ക് ഈ ഭാഗം അടച്ചിട്ടുണ്ട്, ഇവിടെ അടച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഇതിന്റെ അപ്പുറത്താണ് പൈതൃകോദ്യാനം ഉള്ളത്, വടക്കേച്ചിറ, അതുപോലെ തന്നെ സർപ്പക്കാവ്, അങ്ങനെയുള്ളതൊക്കെ ഒരു കാടിന്റെ പരിവേഷണം ഉണ്ട് അവിടെ. നമ്മൾ അങ്ങോട്ട് പോകാം. അപ്പൊ എന്തായാലും ചരിത്രം തുടരാം. കോലസ്വരൂപം കണ്ണൂർ, നെടിയുരുപ്പ് സ്വരൂപം കോഴിക്കോട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, വേണാട് സ്വരൂപം തിരുവിതാംകൂർ എന്നിവയായിരുന്നു അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന പ്രധാന സ്വരൂപങ്ങൾ. മഹോദയപുരം പെരുമാക്കന്മാരുടെ പരമ്പരയിലെ അവസാനത്തെ രാമവർമ്മ കുലശേഖരന്റെ സഹോദരിയുടെ പരമ്പരയാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടത് എന്നാണ് പെരുമ്പടപ്പ് ഗ്രന്ഥാവലിയിൽ വിവരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള വന്നേരിയായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യത്തെ ആസ്ഥാനം. ഇവർ എങ്ങനെയാണ് കൊച്ചിയിലേക്ക് ആസ്ഥാനം മാറ്റിയതെന്ന് ഇതിനു മുമ്പത്തെ, അതായത് കൂറു മത്സരത്തെക്കുറിച്ചുള്ള സാമൂതിരിയുമായുള്ള യുദ്ധങ്ങളെക്കുറിച്ചുള്ള ആ വീഡിയോകളിലെല്ലാം ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായി വിവരിക്കുന്നില്ല. 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ സാമൂതിരിയുടെ ആക്രമണത്തെ തുടർന്ന് ഇവർ വന്നേരി ഉപേക്ഷിക്കുകയും മഹോദയപുരം, അതായത് കൊടുങ്ങല്ലൂരുള്ള സ്ഥലമാണ് മഹോദയപുരം, തലസ്ഥാനമാക്കുകയും ചെയ്തു. സാമൂതിരിയുടെ തുടർ ആക്രമണങ്ങളും 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കവും ഇതെല്ലാം പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റുവാൻ കാരണമാക്കി. 1405 കൊച്ചിയിലേക്ക് മാറിയ പെരുമ്പടപ്പിന്റെ ആസ്ഥാനം കൽവത്തിയിലായിരുന്നു.
ഈ കാലഘട്ടം മുതലാണ് പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. മഹോദയപുരത്തേക്ക് മാറിയെങ്കിലും രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങുകൾ നടന്നിരുന്നത് മന്നേരിയിലെ ചിത്രകൂടത്തിൽ വെച്ച് തന്നെയായിരുന്നു. എന്നാൽ സാമൂതിരിയുടെ നിരന്തരം ആക്രമണങ്ങൾ മൂലം കിരീടധാരണ ചടങ്ങുകൾ സമാധാനപരമായി നടത്തുവാൻ കഴിയാതെ വന്നപ്പോൾ 1701 മുതൽ 1721 വരെ രാജാവായിരുന്ന രാമവർമ്മ ചിത്രകൂടത്തിലല്ലാതെ എവിടെ വെച്ചും കിരീടധാരണ ചടങ്ങ് നടത്തുകയില്ലെന്നും പ്രതിജ്ഞ ചെയ്തു. ശക്തൻ തമ്പുരാനെ സംസ്കരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അതിന് ഒരു സ്മാരകമായിട്ട് ഇതിങ്ങനെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. രാമവർമ്മയുടെ പ്രതിജ്ഞ തുടർന്നു. പക്ഷേ സാമൂതിരിയിൽ നിന്ന് ചിത്രകൂടം തിരിച്ചു പിടിക്കുവാൻ കഴിയാത്തതിനാൽ രാമവർമ്മയ്ക്ക് ശേഷം വന്ന രാജാക്കന്മാരാരും കിരീടം തലയിൽ വയ്ക്കുകയുണ്ടായില്ല. പകരം ഒരു തലപ്പാവ് മാത്രമാണ് അവർ ധരിച്ചിരുന്നത്. 15-ാം നൂറ്റാണ്ടോടെ പെരുമ്പടപ്പ് രാജവംശം 5 താവഴികളായി പിരിയുകയുണ്ടായി. മൂത്ത താവഴി, ഇളയ താവഴി, പള്ളുരുത്തി താവഴി, മുരിങ്ങൂർ താവഴി, ചാഴൂർ താവഴി എന്നിവയാണ് അവ. ഓരോ താവഴിക്കും ഓരോ അധികാര സ്ഥാനങ്ങളും പടയും ഉണ്ടായിരുന്നു. ഒരു കാലത്ത് പ്രബലരായ ഈ രാജവംശം അന്തഛിദ്രങ്ങളാലും അധികാര തർക്കങ്ങളാലും കാലാന്തരത്തിൽ ദുർബലമായി. പെരുമ്പടപ്പ് സ്വരൂപത്തിലേക്ക് പരപ്പനാട് സ്വരൂപത്തിൽ നിന്ന് ദത്തെടുത്തതിനെ കുറിച്ചുള്ള വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഞാൻ വിവരിച്ചിട്ടുണ്ട്. രാമവർമ്മയുടെ ശവകുടീരമാണിത്. പെരുമ്പടപ്പ് സ്വരൂപത്തിലേക്ക് പരപ്പനാട് സ്വരൂപത്തിൽ നിന്ന് ദത്തെടുത്തതിനെ കുറിച്ചുള്ള വീഡിയോയിൽ അധികാര മത്സരങ്ങളെയും പരസ്പരം യുദ്ധം ചെയ്ത രാജാക്കന്മാരുടെ ചരിത്രവും എല്ലാം അതിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അത് കാണാം. നമ്മളിപ്പോൾ കാണുന്ന ഇതൊക്കെ ഈ പൈതൃക പാർക്കൊക്കെ പിന്നീട് നിർമ്മിച്ചതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഈ ഭാഗമൊക്കെ ഈ വടക്കേച്ചിറയുടെ അല്ലെങ്കിൽ വടക്കേച്ചിറയോട് ചേർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ വടക്കേച്ചിറയ്ക്കുള്ള പ്രാധാന്യം എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. തൃശ്ശൂരിൽ ജലസേചനത്തിന് വേണ്ടി 4 കുളങ്ങൾ ശക്തൻ തമ്പുരാൻ നിർമ്മിച്ചു. അവയാണ് വടക്കേച്ചിറ, പടിഞ്ഞാറേച്ചിറ, തെക്കേച്ചിറ, കിഴക്കേച്ചിറ. രാജവംശത്തിലുള്ളവരും അശോക ക്ഷേത്രത്തിലെ ക്ഷേത്ര പൂജാരിമാരും ഈ കുളത്തിന്റെ വടക്കേ കരയിൽ, അതായത് ഈ കരയിലായിരുന്നു ഇത്ര കുളിച്ചിരുന്നത്. പൊതുജനങ്ങൾ മറ്റു ഭാഗങ്ങളിലാണ് കുളിച്ചിരുന്നത്. കിഴക്ക് ഭാഗത്ത് ആനകളെ കുളിപ്പിച്ചിരുന്നു. തെക്കു ഭാഗത്ത് ഒരു നടപ്പാതയുണ്ട്. അതുപോലെ ഇപ്പോൾ കാണുന്ന ഈ കുളവും പരിസരവും റീഡിസൈൻ ചെയ്തതാണ്. 1983 തൃശ്ശൂർ നഗരത്തിൽ കടുത്ത ജലക്ഷാമം ഉണ്ടായപ്പോൾ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന MP ഗംഗാധരൻ മുൻകൈയെടുത്ത് കേരള വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് ഈ കുളം 1 മാസം കൊണ്ട് വൃത്തിയാക്കിയെടുത്തു. 1985 23 ലക്ഷം ചെലവിട്ട് വടക്കേച്ചിറയിൽ നിന്നും തേക്കിൻകാട് മൈതാനത്തിലേക്കും സ്വരാജ് ഗ്രൗണ്ടിലേക്കുമുള്ള ജലസേചന പദ്ധതി പൂർത്തിയായി. ഈ പാർക്കൊക്കെ അപ്പോൾ സ്ഥാപിച്ചതാണ്. പിന്നീട് ഈ പ്രോജക്റ്റ് തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് കൈമാറി. സാമൂതിരിയുടെ ശവകുടീരമാണിത്. ഏത് സാമൂതിരിയാണെന്ന് ചോദിച്ചാൽ അതിനൊരു തർക്കമുണ്ട്. കാരണം ഞാൻ വായിക്കുകയുണ്ടായി, വേറെ നിലമ്പൂരിൽ അന്ന് മലബാർ കലാപം നടന്ന സമയത്ത്, അല്ലെങ്കിൽ മാപ്പിള കലാപം എന്താ വെച്ചാൽ വിളിക്കുക, ആ സമയത്ത് അവര് നിലമ്പൂരിലുള്ള സാമൂതിരി ഇവിടെ വന്ന് താമസിച്ചിരുന്നു കുടുംബം. അപ്പോൾ അവര് മരണപ്പെട്ടപ്പോൾ ഈ സ്വന്തം സ്ഥലത്ത് അടക്കം ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഈ സ്ഥലം അവർ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. അവരുടെ പിൻഗാമികളെ ഇവിടെ അടക്കം ചെയ്തതാണെന്ന് ഒരെണ്ണത്തിൽ വായിക്കുകയുണ്ടായി. അതല്ല, ഇത് അതിന് മുമ്പത്തെ സാമൂതിരിയുടെ അധിനിവേശക്കാലത്ത്, ആ കാലത്ത് മരണപ്പെട്ട ഒരു സാമൂതിരിയുടെ ശവകുടീരമാണ് എന്നും തർക്കമുണ്ട്. ഏത് തർക്കമാണ്, ഏതാണ് ശരി എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ വായിച്ച കാര്യം ഒന്ന് ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 1790 രാജാവായി സ്ഥാനമേറ്റ ശക്തൻ തമ്പുരാൻ 1805 മരിക്കുന്നതുവരെ കൊച്ചി രാജ്യത്തിന്റെ ഭരണപരവും സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതിയിൽ നിർണായക പങ്കുവഹിച്ചു. അമിതമായ ബ്രാഹ്മണാധികാരത്തെ നിയന്ത്രിച്ച് ഫ്യൂഡൽ മേധാവികളെ അമർച്ച ചെയ്ത് വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന യോഗാതിരി ഭരണം നിർത്തലാക്കി ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ക്ഷേത്രത്തിന്റെ വരവ് ചെലവ് കണക്കുകൾക്ക് സർക്കാർ മേൽനോട്ടം ഏർപ്പെടുത്തുകയും ചെയ്തു. ഭരണ സൗകര്യത്തിനായി കൊച്ചി രാജ്യത്തെ മുഖങ്ങൾ, കോവിലകത്തും വാതിലുകൾ, പ്രവൃത്തികൾ എന്നിങ്ങനെ വിഭജിച്ചു. വടക്കേ മുഖം, തെക്കേ മുഖം, കിഴക്കേ മുഖം എന്നിവയായിരുന്നു മുഖങ്ങൾ. ഉദ്യോഗസ്ഥരെ രാജാവ് തന്നെ നേരിട്ട് നിയമിച്ച് ഭരണ സംവിധാനം ഏകോപിപ്പിച്ചു. സൈനികർക്ക് പരിശീലനം ഏർപ്പെടുത്തുകയും യൂറോപ്പിൽ നിന്ന് യുദ്ധസാമഗ്രികൾ വരുത്തുകയും ചെയ്തു. കൊച്ചി രാജ്യത്തിന്റെ വാണിജ്യ വികസനം
അദ്ദേഹത്തിന്റെ കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചു. നെല്ല്, അരി, തടി, മലഞ്ചരക്ക്, പുകയില മുതലായ ഉൽപ്പന്നങ്ങളുടെ കച്ചവടത്തിനായി പ്രത്യേക വകുപ്പുകൾ തന്നെ സൃഷ്ടിച്ചു. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചന്തകൾ ഏർപ്പെടുത്തി. കൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ഏനാമാക്കൽ മുതൽ തൃശൂർ വരെയുള്ള നെൽപ്പാടങ്ങളിൽ ജലം കയറാതിരിക്കാൻ ഏനാമാക്കൽ കെട്ട് നിർമ്മിച്ചു. ശക്തൻ തമ്പുരാൻ പിന്നീട് തലസ്ഥാനം തൃപ്പൂണിത്തുറയിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റി. വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള തേക്കിൻ കാടുകൾ വെട്ടിമാറ്റി മൈതാനമാക്കി തൃശൂർ പൂരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ശക്തൻ തമ്പുരാൻ തിരുവിതാംകൂറിലെ ധർമ്മരാജയുടെ ഉത്തമ സുഹൃത്തായിരുന്നു. കേരളത്തിലെ പ്രസിദ്ധമായ പൂരങ്ങളിൽ ഒന്നാണല്ലോ തൃശൂർ പൂരം. ആദ്യകാലത്ത്, അതായത് തൃശൂർ പൂരം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആറാട്ടുപുഴ പൂരമായിരുന്നു അക്കാലത്ത് പ്രസിദ്ധം. തൃശൂർ നഗരത്തിന് ചുറ്റുമുള്ള ക്ഷേത്രങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു. ഒരിക്കൽ തൃശൂർക്കാർ വൈകിയെത്തി എന്ന് പറഞ്ഞ് പൂരത്തിലേക്കുള്ള പ്രവേശനം വിലക്കി. പ്രശ്നം തമ്പുരാന്റെ മുമ്പിലെത്തി. തമ്പുരാൻ എല്ലാ ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങളെ വടക്കുനാഥന്റെ മുന്നിലെത്തിക്കുവാൻ ക്ഷണിച്ചു. ഇതിൽ പങ്കെടുത്തവരെ കിഴക്ക് എന്നും പടിഞ്ഞാറ് എന്നും 2 ഗ്രൂപ്പുകളായി തിരിച്ചു. പടിഞ്ഞാറൻ ഗ്രൂപ്പിൽ തിരുവമ്പാടി, കണിമംഗലം, ലാലു, അയ്യന്തോൾ, നീത്തിലക്കാവ് ക്ഷേത്രങ്ങളും, കിഴക്കൻ ഗ്രൂപ്പിൽ പാറമേക്കാവ്, കാരാമുക്ക്, ചെമ്പുക്കാവ്, ചൂരക്കോട്ടുകാവ്, പനമ്പുള്ളി ക്ഷേത്രം എന്നിവയും ഉൾപ്പെടുത്തി. അങ്ങനെയാണ് പിന്നീട് പ്രസിദ്ധമായ തൃശൂർ പൂരം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സർപ്പക്കാവാണ്. ഒരു കാലത്ത് ധാരാളം സർപ്പങ്ങൾ ഉണ്ടായിരിക്കാം. പഴയ കാലത്തെ കൊട്ടാരങ്ങളിലും അതുപോലെ തന്നെ തറവാടുകളിലൊക്കെ ഒരു സർപ്പക്കാവ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ സർപ്പക്കാവ് ഇപ്പോഴും പരിരക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഒരു കാട് പോലെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പോഴും ആ കാടിന്റെ ചെറിയൊരു പ്രതീതി നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ശക്തൻ തമ്പുരാന്റെ ആദ്യത്തെ വിവാഹം അദ്ദേഹത്തിന് 30 വയസ്സുള്ളപ്പോഴായിരുന്നു. ഈ വിവാഹത്തിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിച്ചു. എന്നാൽ ഈ പ്രസവത്തോടെ അദ്ദേഹത്തിന്റെ പത്നി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ദശകങ്ങളോളം അദ്ദേഹം മറ്റു വിവാഹങ്ങളൊന്നും കഴിച്ചില്ല. അദ്ദേഹത്തിന്റെ 52ാമത്തെ വയസ്സിലാണ് കരിമ്പറ്റ കുടുംബത്തിലെ ചുമ്മുക്കുട്ടി നേത്യാരമ്മയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹം കഴിക്കുമ്പോൾ നേത്യാരമ്മയ്ക്ക് 17 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. 4 വർഷം കഴിഞ്ഞ് തമ്പുരാൻ മരണപ്പെടുമ്പോൾ അവർക്ക് 21 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. മക്കളില്ലാത്തതിനാൽ അവർക്ക് യാതൊരുവിധ അവകാശങ്ങളോ അല്ലെങ്കിൽ അധികാരങ്ങളോ ഉണ്ടായില്ല. ജീവിച്ചു പോകാൻ തന്നെ വളരെ വിഷമമായപ്പോൾ അവർക്ക് ഈ കൊട്ടാരം വിട്ട് സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങി പോകേണ്ടി വന്നു. രാജപത്നി ആയിരുന്നിട്ട് പോലും ഒരു അവകാശങ്ങളും അധികാരവും ലഭിക്കാതെ കൊട്ടാരം വിട്ട് പോകേണ്ടി വന്ന അവരുടെ അവസ്ഥ, അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥ എന്തെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സസ്യങ്ങളും നക്ഷത്രങ്ങളും തമ്മിൽ ബന്ധങ്ങളും ഒക്കെ ഞാനിതിനു മുമ്പ് നിലമ്പൂർ സന്ദർശിച്ചപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഇതിലിട്ടിട്ടുണ്ട്, ഓരോരുത്തരുടെ നക്ഷത്രങ്ങളോട് ബന്ധപ്പെട്ടത്. പിന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു വെള്ളം നിർത്തിയിട്ടുള്ള ഇത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഇതിലെ മത്സ്യങ്ങൾ കണ്ടോ, മനോഹരമായ മത്സ്യങ്ങൾ. ഇതിൽ ആമ്പലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇതിൽ രാത്രിക്കൊക്കെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്യാനമൊക്കെ മനോഹരമൊക്കെ ആക്കി എടുക്കാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. പഴമയും പുതുമയും എല്ലാം ഇഴുകിച്ചേർന്ന ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന, ഒരുപാട് അറിവുകൾ സമ്മാനിച്ച ഈ പൈതൃക സ്മാരകത്തെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് നമ്മൾ മടങ്ങുകയാണ്. വീണ്ടും ഒരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.